ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അച്ഛാ, ദേവേട്ടാ, മോള്, മോളെ. അച്ഛ, അവർക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്കെന്തൊക്കെയുള്ളൂ. അവരെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അവിടെ രാധികയുടെ അച്ഛൻ തളർന്ന് കിടക്കാന്നാ പറഞ്ഞത്. തിരുമേനി ചെന്ന് കണ്ടിട്ട് അവര് കണിമംഗലത്തേക്ക് വരും അച്ഛാ. പത്മിനി, ദൈവം കാത്തു. വരുണ്ണൻ രാധികയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ഇങ്ങോട്ട് വരികയാണെന്ന്. മോനെ, എത്രയും പെട്ടെന്ന് അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. വരാച്ച, അച്ഛൻ ഫോം വെച്ചോളൂ. പിന്നെ അപകടം കരുതി കൂട്ടി ഉണ്ടാക്കിയതാ. അതിന്റെ ആളുകളെ പോലീസ് തിരയുന്നുണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വന്നിട്ട് പറയാം. അച്ഛൻ ഫോം വെച്ചോളൂ. അവരിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ദേവനാരായണൻ തിരുമേനിയെ ചെന്ന് കണ്ടിട്ട് വരാന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, പ്രാർത്ഥിച്ചതൊക്കെ കേട്ടല്ലോ. തിരിച്ചു തന്നല്ലോ എന്റെ കുഞ്ഞുങ്ങളെ. മോളെ, എന്താ മോളെ, കേട്ടിട്ട് വിശ്വാസമായില്ലേ? മോൾ എന്താ ഒന്നും പറയാത്തത്? അത് സന്തോഷം കൊണ്ട് അമ്മ. അമ്മേ, അപകടം ആരോ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാന്നാ പറയുന്നത്. അതിന്റെ പിന്നിൽ ആരാന്ന അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ, എത്ര ഉന്നതന്മാരായാലും. അതെ, തിരുമേനിയുടെ അവസ്ഥ ഇപ്പോൾ കുറച്ച് മോശമാണ്. ഇത്രയും നേരം വെള്ളം പോലും കുടിക്കാതെ കിടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കുറെ നിർബന്ധിച്ചു. പക്ഷേ ഒന്ന് എഴുന്നേൽക്കാനോ ആശുപത്രിയിലേക്ക് വരാനോ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ചെന്നെന്ന് പറയും. ദേവേട്ട, ഒന്ന് എഴുന്നേറ്റ്. ഒന്നുകിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരെ കാണാം. ഇല്ല യശോദേ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഞാൻ വരില്ല. ദേവ, നീ കൂടെ കൂടെ മറ്റുള്ളവരോട് പറയാറുള്ളതല്ലേ, പ്രാർത്ഥനയുടെ ഫലം പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഉണ്ടാവണമെന്നില്ല, ഒരുപക്ഷെ പിന്നീടായിരിക്കുമെന്ന്. എന്നിട്ട് നീ എന്താ അത് ഉൾക്കൊള്ളാത്തെ? നടയിൽ നിന്ന് ഉറക്കിയ നിശബ്ദമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. പക്ഷേ നടയിൽ നോക്കി കൈകൂപ്പുന്ന അല്ലാതെ ധനികനാക്കണമെന്നോ ഐശ്വര്യങ്ങൾ വാരി തരണമെന്നൊന്നും ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടില്ല. ഭഗവാൻ നിശ്ചയിക്കുന്ന രീതിയിൽ എന്നെ നടത്തിക്കൊണ്ട് പോകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ മോൾ എന്റെ കൂടെ ഇല്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് അർത്ഥമില്ലെന്ന് ഭഗവാനും അറിയാമേ. പിന്നെ ശേഷിക്കുന്നത് മരണമല്ലേ? ഉപാസിക്കുന്ന ദൈവത്തിന് നടയിൽ കിടന്ന് മരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു പുണ്യമല്ലേ? തിരുമേനി, കരിക്ക് കൊണ്ടുവരാൻ ആളെ വിട്ടിട്ടുണ്ട്. അതെങ്കിലും കുറച്ച്. ദേവ, അതെങ്കിലും നീ ഒന്ന് അനുസരിക്ക്. ഇല്ലമ്മേ, ഞാൻ കണ്ണും കാതും കൂടി പൂട്ടാൻ പോവാ.
എന്തൊക്കെയാ ഈ പറയുന്നേ? സ്വച്ഛന്ത മൃത്യു എന്നൊന്നുണ്ട്. അത് മരണം നമ്മളെ വന്ന് കൊണ്ടുപോയല്ല, മരണത്തെ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാ. എന്റെ കണ്ണുകൾ ഇനി തുറക്കണമെങ്കിൽ എന്റെ മുന്നിൽ എന്റെ മോള് വേണം. എന്റെ കാതുകൾ ഇനി തുറക്കണമെങ്കിൽ അവളുടെ അച്ഛാന്നുള്ള വിളി ഞാൻ കേൾക്കണം. അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ദേവനാരായണൻ മൃത്യുവിലേക്കാണ്. അച്ഛാ, അച്ഛാ, ഈശ്വര, അത് മോളുടെ ശബ്ദമാണല്ലോ. തോന്നിയതായിരിക്കും. അച്ഛാ, അച്ഛാ, ദേവേട്ടാ, മോള് മോളെ അച്ഛാ, അച്ഛാ, ദേവേട്ടാ, ദേവേട്ടാ, മോള് വന്നു. അച്ഛാ, മോളെ മോളെ അച്ഛനെ പേടിപ്പിച്ചല്ലോ. നമ്മുടെ മോള് വന്നു. മോളെ എവിടെയായിരുന്നു മോളെ? പേടിപ്പിച്ചു. എന്റെ മോള് മോളെ ഭഗവാൻ കാത്തു. തിരുമേനിയുടെ പ്രാർത്ഥന വെറുതെ ആയില്ല. മോളെ മോളെ വാ, നമ്മള് ഭഗവാനെ കാണും. ഭഗവാനെ, കുറച്ചു നേരം മായ കൊണ്ട് മൂടിയെങ്കിലും കൊണ്ടുവന്ന് തന്നല്ലോ. അടിയൻ ഇനി ഒന്നും വേണ്ട.